ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി അയലക്കറി വെക്കാൻ പോവാണേ. കുടംപുളി ഇട്ട നല്ലൊരു അയലക്കറി വെക്കാൻ പോവാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഒരു അയലക്കറിയാണ് കേട്ടോ. അപ്പൊ അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ 1 കിലോ അയല വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അല്ലി കീറി വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏത് എണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുക് ഇടുക, കുറച്ച് ഉലുവായി ഇടുക. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. ഒരുപാട് ബ്രൗൺ ആവേണ്ടതില്ല, കുറച്ചൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് പൊടിയിടാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്, പക്ഷെ കളറുണ്ട് കേട്ടോ. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു ശകല ഉലുവാപ്പൊടിയൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്കത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ, വഴറ്റിയെടുക്കണം. അതിനുശേഷം ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നേരത്തെ പുളിക്കകത്ത് ഒരുപാട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇടണ്ട, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കുക. കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചാറ് വേണമെങ്കിൽ കുറച്ചേറെ വെള്ളം ഒഴിക്കണം. കുറുകിയ ചാറ് മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കുന്നിടം വരെ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോഴായാലും ഇട്ട് കൊടുക്കാം കേട്ടോ, തിളയ്ക്കണമെന്നില്ല. ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് തിളച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കാൻ പറ്റത്തില്ല, അപ്പൊ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കുക. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരച്ചൊക്കെ തിരിച്ചൊക്കെ ആക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ അതൊന്ന് ചാറ് കുറുക്കിയെടുക്കുക കേട്ടോ. ചാറ് കുറുകുന്നിടം വരെ വെക്കുക. നമുക്ക് എത്രയും കുറുകണം അത്രയും നോക്കിയിട്ട് എടുക്കുക പാകത്തിന്. അതേ നല്ല അയലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴായിരിക്കും എല്ലാം ഒന്ന് പിടിച്ച് കഷ്ണത്തിലൊക്കെ പുളിയൊക്കെ പിടിച്ചാൽ അടിപൊളിയായിട്ട് ഇരിക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാം അയലക്കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പറാണ്. ചോറ് കൂട്ടി കഴിക്കാനും കപ്പയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ അയലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.